നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കണ പോലെ അത്രയും നല്ല എന്താ പറയുക സോഫ്റ്റായി കുഴഞ്ഞങ്ങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിജുവിൻ്റെ ഒരു ഇത് ചിക്കൻ എന്തായാലും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ, അതെന്തിനാ വെറുതെ അവിടെ വച്ചേക്കുന്നത്, കുറച്ച് ദിവസമായിട്ട് ഇരിക്കണമല്ലേ, ഒരു കാര്യം ചെയ്യും ചിക്കൻ വയ്ക്കും, മുട്ട വേണ്ടാന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ മുട്ട വേവിക്കാൻ വെച്ചു. അതങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ ചിക്കൻ കറിയിലോട്ട് പോയി. മുട്ടയ്ക്ക് എടുത്ത സാധനം തന്നെയാണ് ചിക്കൻ കറിയിൽ ഇട്ടത്, വേറെ ഒന്നും ഞാൻ അഡീഷണൽ ചേർത്തിട്ടില്ല. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് യൂട്യൂബ് നോക്കിയാണ്. ഇപ്പം ഞാൻ 2-3 പ്രാവശ്യം വെച്ച കറിയാണെങ്കിൽ കൂടി ഞാൻ എന്താ പറയുക യൂട്യൂബ് ഒന്ന് റെഫർ ചെയ്തിട്ടേ കറി വയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ് ഞാൻ വച്ചേക്കുന്നത്. കാരണം എന്താ പറയുക, എനിക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് തന്നെ അങ്ങോട്ടൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും യൂട്യൂബ് റെഫർ ചെയ്തിട്ട് എന്തായാലും ഞാൻ കറികളൊക്കെ വയ്ക്കാറുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ റെഫർ ചെയ്തൊരു സിമ്പിൾ ചിക്കൻ കറിയാണ് അങ്ങനെ വയ്ക്കുന്നത്. ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ അതിനകത്തുള്ളൂ. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതങ്ങ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറിയായി. പിന്നെ ഇതിനകത്ത് മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് മുട്ടക്കറിയായി. വേറെ ഡിഫറൻസ് ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ എനിക്ക് എന്താ പറയുക ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനോ എൻ്റേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനോ ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ ചെയ്തു വെച്ചേക്കുന്ന കോപ്പി അടിക്കുക എന്ന് മാത്രമേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ എന്താ പറയുക ഇടിയപ്പത്തിൻ്റെ ആ സംഭവത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. അതിനകത്തോട്ട് ആ മാവെല്ലാം വച്ച് ഇടിയപ്പം ഞാൻ കറക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. കാണുമ്പോൾ വിചാരിക്കും ഇത് വളരെ എളുപ്പപ്പണിയാണ്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നതൊക്കെ. പക്ഷെ ചെയ്ത് തുടങ്ങുമ്പോഴേ നമുക്കറിയത്തുള്ളൂ ഇത് നല്ല കായികാധ്വാനം വേണ്ട ഒരു പണിയാണ്. നമ്മുടെ കൈക്കൊക്കെ നല്ല ബലം വേണം ഇത് കറക്കി ഇങ്ങനെ എടുക്കാനായിട്ട്. എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ പോരാത്തതിന് എൻ്റെ കയ്യിൽ നല്ല ഇതും ഉണ്ടായിരുന്നു, എണ്ണമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് നന്നായിട്ട് കറക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനത് ബാക്കി കറക്കാനായിട്ട് വിളിച്ചത് എൻ്റെ കെട്ടിയവനെ തന്നെയാണ്. എനിക്ക് ആ ഒരു 4 എണ്ണം മാത്രമേ ഞാൻ കറക്കിയുള്ളൂ. ഇത് കറക്കുമ്പോഴേ ഞാൻ കിടന്ന് വിളിക്കുന്നുണ്ട് ആളെ. പക്ഷെ ആൾ ടി വിയുടെ മുന്നിൽ നിന്ന് എണീറ്റ് വരാനൊരു മടി. അങ്ങനെ ബാക്കിയെല്ലാം കറക്കിയെടുത്തത് പുള്ളിക്കാരനാണ്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ വന്ന് എനിക്കെല്ലാം ചെയ്തു തന്ന് ഞാനത് അങ്ങനെ തന്നെ ഇഡ്ഡലി തട്ടിൽ എടുത്ത് ആവി കയറ്റാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയി ഫ്രഷ് ആവാൻ പോയി. ഫ്രഷായിട്ട് വന്നിട്ടാണ് ഞാൻ പിന്നെ കഴിച്ചത്. കാരണം ഫ്രഷ് ആവാതെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, അത്രയും ചൂടും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രഷായിട്ട് പോയി കഴിച്ചു. ഫ്രഷായിട്ട് വന്നിട്ടാണ് കഴിക്കുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു തോന്നൽ, ഇതിപ്പോൾ മുട്ടക്കറിയാണോ ചിക്കൻ കറിയാണോ. കാരണം മുട്ടക്കറിയിൽ ചിക്കൻ ഇട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതാണ് എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.